വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഈദിൻ്റെ വ്ളോഗാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് 1 വീക്ക് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈദിൻ്റെ തലേ ദിവസവും അന്നുള്ള കുറച്ച് ക്ലിപ്സാണ് ആഡ് ആക്കിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 25% മാത്രമേ ഉള്ളൂ. ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. മേ ബി നിങ്ങൾക്ക് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ആണെങ്കിൽ ഡു കോമെൻറ്റ്. തലേ ദിവസമാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണത്. ഓൾമോസ്റ്റ് ഒരു 10 o'clock ആയിട്ടുണ്ടായിരുന്നു. നാട്ടിലാവുമ്പോൾ ഞാൻ എന്തായാലും ഒരു 1 വീക്ക് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണതാണ്. പിന്നെ എനിക്ക് ഈദിന് എത്നിക് വെയേഴ്സ് ഇടാനാണ് ഒന്നുകൂടെ ഇഷ്ടം. ബട്ട് ഇവിടെ പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് പിന്നെ യൂസ് ആക്കാത്തതുകൊണ്ട് ഷെൽഫിൽ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ നോർമൽ ഒരു ടോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എളുപ്പത്തിൽ ഒരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ബീഫ് കറി വെക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ബീഫ് കറി വെക്കുന്ന ടൈമിൽ എനിക്ക് ഫോണിൽ ആ വീഡിയോ അവിടെ വെക്കണം, എന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ഇനി അഥവാ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത്. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫും ആണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീഫ് കറി തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചു. അപ്പോൾ നമുക്ക് അത്രയും പണി അങ്ങോട്ട് കുറഞ്ഞല്ലോ. തലേ ദിവസം കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 3 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 o'clock എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ മാറ്റി കുളിച്ച് പള്ളി പോയി. എനിക്കിവിടെ വന്നതിൻ്റെ ശേഷം ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നത്. പെരുന്നാളിൻ്റെ ആ ഒരു വൈബ് ഓണാവുക പള്ളിയിൽ പോകുമ്പോഴാണെന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് കുറേ മിഠായും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. കാരണം ഉച്ചയ്ക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് തീരെ പോസിബിൾ ആയിരുന്നില്ല. ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു മൂവിക്കാണ് പോണത്. 11:30 ഷോ. ആസിഫ് അലിയുടെ ന്യൂ മൂവി ആയിരുന്നു. നല്ലൊരു മെസ്സേജൊക്കെ ഉള്ള ഇറ്റ്സ് എ ഗുഡ് മൂവി. അത് കഴിഞ്ഞിട്ട് ഒരു 2 o'clock ഒക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഈ ഒരു ഇതിന് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുറച്ചധികം നേരം ഉറങ്ങാൻ തന്നെയായിരുന്നു. അത് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ സ്മോൾ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.